എല്ലാവർക്കും നമസ്കാരം. UK എഡ്യൂസോണിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണ്. അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ള മൊഡ്യൂളാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറേ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ചാനലിനകത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആ ഓർഡറിൽ തന്നെ ക്ലാസ് ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോസ്റ്റ് പ്രൈസ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിനകത്തുള്ള ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ആ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിനൊപ്പം തന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെയാണ് കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് എന്നുള്ളത്. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് വാല്യൂ ചെയ്യാനുണ്ടാവും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്ത് ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് എഴുതുന്നത്. അപ്പം അതിനകത്തൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് എന്നുള്ളത് എന്താണ്? കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് കൊടുക്കുന്നു. ഇപ്പോൾ 100 ടോയ്സാണ് കൊടുക്കുന്നത് വിചാരിക്കാം. 100 ടോയ്സാണ് കൺസൈനി കൊടുക്കുന്നെങ്കിൽ അതിലെ കൺസൈനിക്ക് 100 എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, വിൽക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ എന്താണ് ഇവിടെ സ്റ്റോക്കായിട്ട് ഒരു 80 യൂണിറ്റ് വിറ്റു, ബാക്കി 20 എന്താണ് സ്റ്റോക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺസൈനിയുടെ കയ്യിൽ സ്റ്റോക്കായിട്ടുള്ള അല്ലെങ്കിൽ വിൽക്കാത്ത ആ ഗുഡ്സിൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ ബോർഡിനകത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിക്കും. വളരെ അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കൺസൈൻമെൻറ്റ് സ്റ്റോക്കിനകത്ത് അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് ദ കൺസൈനി, അൺസോൾഡ് സ്റ്റോക്ക് വിത്ത് ദ കൺസൈനിയാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 100 യൂണിറ്റിനകത്ത് 100 യൂണിറ്റ് ടോയ്സിനകത്ത് 80 യൂണിറ്റ് മാത്രമേ വിറ്റിട്ടുള്ളൂ എങ്കിൽ ബാക്കി 20 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അൺസോൾഡ് ആയിട്ടുള്ളതാണ്. ഈ അൺസോൾഡ് ആയിട്ടുള്ള കൺസൈൻഡ് കയ്യിനകത്തുള്ള സ്റ്റോക്കിനെയാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അൺസോൾഡ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഈ അൺസോൾഡ് സ്റ്റോക്ക് എന്നുള്ളത്, ഇപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 20 യൂണിറ്റ് എന്നുള്ള ഈ അൺസോൾഡ് സ്റ്റോക്ക് എന്നുള്ളത് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണോ ആണ് കുറവുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്യുമ്പമുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം അതിൽ ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ ആൻഡ് കൺസൈനി. കൺസൈനിയുടെ ഭാഗത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസും അതുപോലെ തന്നെ കൺസൈനിയുടെ ഭാഗത്തുണ്ടാകുന്ന നോൺ റെക്കറിങ് എക്സ്പെൻസും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് എന്ത്? കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ. നമ്മൾ നേരത്തെ പറയുമ്പോൾ പല എക്സ്പെൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസൈനിയുടെ ഭാഗത്ത് പല തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ കൺസൈനിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള പല ടൈപ്പിനകത്തുള്ള എക്സ്പെൻസ് ഉണ്ടാവും. ഇപ്പോൾ ക്ലിയറിങ് ചാർജസ്, അപ്ലോഡിങ് ചാർജസ്, ഇങ്ങനെയുള്ള പല എക്സ്പെൻസും കൺസൈനിയുടെ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഈ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്, കോസ്റ്റ് പ്രൈസിനകത്ത് വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കാം നിങ്ങൾ. നോൺ റെക്കറിങ് എക്സ്പെൻസ് ആർ എക്സ്പെൻസസ് ഇൻ ബ്രിങ്ങിങ് ദ ഗുഡ്സ് ഇൻ ടു എ സെയിലബിൾ കണ്ടീഷൻസ്. അതായത് ഒരു സാധനത്തിൻ്റെ അതിനെ സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന വരെയുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പെൻസിനെയാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അപ് ടു ദ കൺസൈനി പ്രൈസ്, കൺസൈനിയുടെ പ്ലേസിനകത്തേക്ക് എത്തുന്ന വരെയുള്ള തരത്തിലുള്ള എല്ലാ എക്സ്പെൻസിനെയാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കൺസൈനറുടെ ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കൺസൈനറുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എക്സ്പെൻസും എന്ത് തന്നെയായിരിക്കും? നോൺ റെക്കറിങ് എക്സ്പെൻസ് തന്നെയായിരിക്കും. കാരണം
കൺസൈനർ ആ ഒരു സാധനം കൺസൈനിക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ബ്രിങ്ങിങ് ദ ഗുഡ്സ് ഇൻ ടു സെയിലബിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഗുഡ്സ് അപ് ടു ദ കൺസൈനി പ്ലേസിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ കൺസൈനറുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എക്സ്പെൻസും എന്താണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ ഓൾ എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ എന്താണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിരിക്കും. ഇനി കൺസൈനറുടെ ഭാഗത്തു നിന്നുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അത് മനസ്സിലാക്കാം. നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. കൺസ്യൂമറിൻ്റെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കൺസ്യൂമറിൻ്റെ സ്റ്റോക്ക് എന്നുള്ളത് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനിയുടെ ഭാഗത്ത് നിന്ന് നോൺ റെക്കറിങ് എക്സ്പെൻസിനകത്ത് വരുന്നത് ഒന്ന് കാർട്ടേജ് വരും. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി, കാർട്ടേജ്, പിന്നെ ലാൻഡിങ് ചാർജസ്, അപ്ലോഡിങ് ചാർജസ്, ക്ലിയറിങ് ചാർജസ്, ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, കാരേജ് ഇൻവാർഡ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസാണ് കൺസൈനിയുടെ ഭാഗത്തു നിന്നുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുള്ളത്. കൺസൈനറുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എക്സ്പെൻസും എന്താണ്? എല്ലാ എക്സ്പെൻസും നോൺ റെക്കറിങ് എക്സ്പെൻസാണ്. ഓക്കെ, അത് മനസ്സിലാക്കാവുന്നത്. ഇനി വേറെ പലതരത്തിലുള്ള എക്സ്പെൻസും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഗോഡൗൺ റെൻറ്റ്, ദെൻ കാരേജ് ഔട്ട്വാർഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ഇൻഷുറൻസ് ചാർജസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, വെയർഹൗസ് ചാർജസ്, ഇത്തരത്തിലുള്ള എക്സ്പെൻസിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ്പെൻസ് സംഭവിക്കുന്നത് കൺസൈനിയുടെ പ്ലേസിനകത്ത് എത്തിയതിന് ശേഷം സംഭവിക്കുന്ന എക്സ്പെൻസ് ഇൻകർഡ് ആഫ്റ്റർ ഗുഡ്സ് റീച്ച്ഡ് ദ കൺസൈനി പ്ലേസ്. അത്തരത്തിലുള്ള എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഒന്നും നമ്മൾ എന്തിനകത്ത് എടുക്കില്ല? സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് എടുക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് വാല്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നുള്ള വാല്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ട് നമ്മളത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്തൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം ഇവിടുന്ന് എക്സ്പെൻസ് ഇൻകർഡ് ആഫ്റ്റർ റീച്ച്ഡ് ദ കൺസൈനിയുടെ പ്ലേസിനകത്ത് എത്തിയതിന് ശേഷമുള്ള എക്സ്പെൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മൾ പരിഗണിക്കില്ല. ഏതിൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത്? കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എക്സ്പെൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. ഗോഡൗൺ റെൻറ്റ്, കാരേജ് ഔട്ട്വാർഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ഇൻഷുറൻസ് ചാർജസ്, വെയർഹൗസ് ചാർജസ്, സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണിത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, എത്രയാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഉള്ളത്, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് 100 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത് കൺസൈനി കൊടുക്കേണ്ടത്. അതിൽ 80 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത് സെയിൽസ് നടത്തുന്നത് എങ്കിൽ ബാക്കിയുള്ള 20 യൂണിറ്റാണ് എന്ത് പറഞ്ഞാൽ ഈ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നുള്ളത്. ഈ 20 യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, അതിനോടുകൂടി പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് കൺസൈനയുടെ എല്ലാ എക്സ്പെൻസും എന്ത് തന്നെയാണ്? നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് കൺസൈന. പ്രൊപ്പോർഷനേറ്റ് ശ്രദ്ധിക്കുക. എത്രയാണ് ഇവിടെ സ്റ്റോക്കുള്ളത്? 20 സ്റ്റോക്കുള്ളത്. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈന, മൊത്തം എക്സ്പെൻസ് അല്ല, എത്രയാണോ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഉള്ളത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ടോട്ടൽ എത്രയാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എത്രയാണ് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റുള്ള എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കാം. ഇനി ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് കൺസൈനിയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് മാത്രം ശ്രദ്ധിക്കുക. നോൺ റെക്കറിങ് എക്സ്പെൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർട്ടേജ്, ലാൻഡിങ് ചാർജസ്, അപ്ലോഡിങ് ചാർജസ്, ക്ലിയറിങ് ചാർജസ്, കസ്റ്റംസ് ഡ്യൂട്ടി, കാരേജ് ഇൻവാർഡ്, ഇത്തരത്തിലുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസ്, കൺസൈനയുടെ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുള്ളത് എന്ത് ചെയ്യും? നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുള്ള ആഡ് ചെയ്യും. എങ്ങനെയാണ്? പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈൻ. ഇത് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചത് വർക്കിംഗ് നോട്ടിനകത്ത് നമ്മൾ ചെയ്തിട്ട് ഈ ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്തൊക്കെ എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, ആഡ് പ്രൊപ്പോർഷണൽ എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ,
ആഡ് പ്രൊപ്പോർഷണൽ നോൺ റെക്കറിങ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി. നോൺ റെക്കറിങ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം. ഇനി ഈ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് എന്നുള്ളത് നമ്മൾ എഴുതുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മുടെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചാനലിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ഈ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരക്കുമ്പോൾ സ്റ്റോക്കല്ല കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് എന്തെഴുതുക, ഈ കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്ക്, കൺസൈൻമെൻറ്റിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതും, ക്രെഡിറ്റ് ഭാഗത്ത്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എവിടെ എഴുതും, ഡെബിറ്റ് ഭാഗത്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ഭാഗത്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ കൺസൈൻഡ് എക്സ്പെൻസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോൺ റെക്കറിങ് മാത്രം എടുത്തിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനിൽ നിന്ന് ആഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ കൺസൈനി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഒരു 1000 രൂപ 2000 രൂപ 3000 രൂപ അങ്ങനെ ടോട്ടൽ ഒരു എമൗണ്ടാണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആ കൺസൈൻഡ് എക്സ്പെൻസ് നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ്റെ സമയത്ത് പരിഗണിക്കില്ല, ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. കൺസൈനിയുടെ എക്സ്പെൻസ് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള എക്സ്പെൻസ് നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തില്ല, അത് പരിഗണിക്കില്ല. ഇനി അപ്പോൾ ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിന് കൊടുക്കാം, ഇൻവോയ്സ് പ്രൈസിന് കൊടുക്കാം. അങ്ങനെ ഇൻവോയ്സ് പ്രൈസാണ് ക്വസ്റ്റിനകത്തുള്ളതെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് എന്നുള്ള വാല്യൂ ചെയ്യുന്ന ഏതിലായിരിക്കും, ഇൻവോയ്സ് പ്രൈസിനകത്തായിരിക്കും സ്റ്റോക്കിൻ്റെത് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം ഇതാണ്, ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇനി കൺസൈൻമെൻറ്റ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ എങ്ങനെയാണിത് വരുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ചാനലിലൂടെ കൊമേഴ്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറിയുന്ന പരിചയമുള്ള കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.